അഞ്ചാം ആഴ്ച പൂർത്തിയാക്കുന്ന ഇറാൻ യുദ്ധം നിർണായക ഘട്ടത്തിലാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചുവെന്ന് നിരവധി തവണ ഇറാൻ അവകാശപ്പെട്ടുവെങ്കിലും ട്രംപ് ഭരണകൂടം അതൊക്കെ നിഷേധിക്കുകയായിരുന്നു. ഇത്തവണ വെടിവച്ചിട്ട വിമാനത്തിലെ പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യം ഇറാൻ പുറത്തുവിട്ടതോടെ നിഷേധക്കുറിപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി അമേരിക്ക. വിമാനത്തിലെ പൈലറ്റ് ഇറാൻ മണ്ണിൽ ഇറങ്ങിയെന്നും അമേരിക്ക രക്ഷിച്ചുവെന്നും സഹ പൈലറ്റ് അഥവാ ഗണ്ണറെ കുറിച്ച് വിവരമൊന്നും ഇല്ല എന്നുമാണ് റിപ്പോർട്ടുകൾ. ശത്രു പൈലറ്റിനെ ജീവനോടെ പിടികൂടി പോലീസിനോ സൈന്യത്തിനോ കൈമാറുന്നവർക്ക് വിലപിടിപ്പുള്ള പ്രതിഫലം നൽകുമെന്ന് ഇറാൻ സ്റ്റേറ്റ് TV അറിയിച്ചിട്ടുമുണ്ട്. പൈലറ്റിനോട് ആരും മോശമായി പെരുമാറരുത് എന്നും ഇറാനിയൻ സായുധ സേന ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സ്റ്റേറ്റ് TVയുടെ റിപ്പോർട്ടിൽ പറയുന്നു. സഹ പൈലറ്റ് അതായത് ഗണ്ണർ കസ്റ്റഡിയിലാണ് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടേത് എന്ന് പറയപ്പെടുന്ന ചിത്രങ്ങളും ഇറാനിലെ തസ്നിം വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതിന് ശേഷം മൂന്നാം തവണയാണ് F-35 വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നത്. മാർച്ച് 23-നും ഏപ്രിൽ 2-നും ഇറാൻ സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും US സെൻട്രൽ കമാൻഡ് അവ തള്ളിക്കളയുകയായിരുന്നു. ഒടുവിലായി A-10 എന്ന മറ്റൊരു വിമാനവും ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. പക്ഷേ പൈലറ്റ് ഇറാൻ മണ്ണിൽ ഇറങ്ങാത്തതിനാൽ ആ ആക്രമണത്തെ അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. ഒരു അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലുള്ളത് ഇറാൻ ലോകത്തെ കാട്ടിയാൽ അമേരിക്കയ്ക്ക് അത് വൻ തിരിച്ചടിയാകും. 6ാം ആഴ്ചയിലേക്ക് കടക്കുന്ന ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത സഖ്യം ഉയർത്തിക്കാട്ടിയ എല്ലാ നേട്ടങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന സംഭവമാണ് പൈലറ്റിനെ പിടികൂടൽ. സംയുക്ത സേന ഇറാനിലാണ് യുദ്ധം തുടങ്ങിയത്. ഇറാന്റെ മണ്ണിൽ ആക്രമണം നടത്തുമ്പോൾ നാശം ആ രാജ്യത്തിന് ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും നാശമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ ആക്രമിക്കാനെത്തിയ ശത്രു രാജ്യത്തിന്റെ പൈലറ്റ് പിടിയിലാവുക എന്നത് യുദ്ധത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന സംഭവമാണ്. യുദ്ധത്തിന്റെ ഗതി മാറില്ല എങ്കിലും തീവ്രത കൂടും. യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിജയം ആർക്ക് എന്ന ചോദ്യങ്ങൾ വീണ്ടും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. നാശമേറെ ഉണ്ടായെങ്കിലും ഇറാന് നഷ്ടപ്പെടാൻ അധികമില്ല. US-നാണെങ്കിലോ ധാരാളമുണ്ട്. സമ്പദ് വ്യവസ്ഥ, പെട്രോ ഡോളർ, ലോകത്തിലെ ആധിപത്യം. യുദ്ധത്തിൽ തോൽക്കുന്ന അവസ്ഥയിലല്ല ഇറാൻ, അത് വിജയിക്കുകയാണ്. അതിജീവിച്ചുകൊണ്ട് കുറഞ്ഞത് ഏതാനും ആഴ്ചകൾ കൂടി. ആരാണ് യുദ്ധത്തിൽ തോൽക്കുന്നത് എന്നറിയാനുള്ള ഒരു ലളിതമായ മാർഗം ആരാണ് സമാധാനത്തിനായി ചർച്ചകൾക്കായി ശ്രമിക്കുന്നത് എന്നതാണ്. ഇന്ത്യ കഴിഞ്ഞ വർഷം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ 2025 മെയ് മാസത്തിൽ ഇന്ത്യ കൃത്യമായ ഒരു ആക്രമണം നടത്തി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ദൗത്യം പൂർത്തിയാക്കി. പാകിസ്ഥാൻ തിരിച്ചടിച്ചു, ഇന്ത്യ പ്രതികരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് ഗ്രിഡ് ഒരു ഓർമ്മ മാത്രമായി ചുരുങ്ങി. അപ്പോഴാണ് പാകിസ്ഥാൻ ഫോൺ എടുത്ത് വാഷിംഗ്ടണിലേക്ക് വിളിച്ചത്. ആ വിളി പിന്നീട് ഇന്ത്യയിലേക്കും എത്തി, വാഷിംഗ്ടണിൽ നിന്ന്. ഒരു സംഘട്ടനത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു ഒന്നാം ദിനം മുതലുള്ള ഇന്ത്യയുടെ നിലപാട്. അതിനാൽ പാകിസ്ഥാൻ ജനറൽമാർ ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചാൽ യുദ്ധം നിർത്താം എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ യുദ്ധം നിർത്താൻ സമ്മതിച്ചു. ഡൊണാൾഡ് ട്രംപ് അത് ലോകത്തോട് പ്രഖ്യാപിച്ചു. അമേരിക്ക അത് ചെയ്തുവെന്ന് പറഞ്ഞു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താൻ അർഹനാണ് എന്ന് ട്രംപ് വാദിച്ചു. ഇന്ത്യ അവകാശവാദം ഉന്നയിച്ചില്ല. ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ സത്യം പറഞ്ഞു. പാകിസ്ഥാനിൽ ഇന്ത്യൻ മിസൈലുകൾ വീണുണ്ടാക്കിയ ഗർത്തങ്ങൾ കള്ളം പറഞ്ഞില്ല. പാകിസ്ഥാന്റെ ആകാശത്തെ സംരക്ഷിക്കേണ്ട റഡാർ ഇൻസ്റ്റാളേഷനുകൾ ഒന്നും സംരക്ഷിച്ചില്ല. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറുന്നത് ഹോളിവുഡ് പതിപ്പായ ഓപ്പറേഷൻ സിന്ദൂറാണ്. വലിയ ബഡ്ജറ്റ്, കൂടുതൽ തീവ്രമായ യുദ്ധം. ഫെബ്രുവരി 28-ന് ഇസ്രായേലും US-ഉം ഒരു ആക്രമണത്തിൽ ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വത്തെയും തകർത്തു. ഇത് ടെഹ്റാന്റെ ഇച്ഛയെ തകർക്കുമെന്നും ഭരണകൂടത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്നും തങ്ങൾക്ക് തൃപ്തികരമായ ഒരു നിഗമനത്തിൽ എത്തിക്കുമെന്നും വാഷിംഗ്ടൺ വിശ്വസിച്ചു. സംഭ്രമിപ്പിച്ച് ആക്രമിച്ചു. അത് ഇറാഖിൽ പ്രവർത്തിച്ചു. ഇറാനിൽ ചീറ്റിപ്പോയ പടക്കമായി. ഇറാൻ പ്രതികാരദാഹിയായി. അത് ഇസ്രയേലിനെ ബാധിച്ചു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളിൽ മിസൈലുകൾ പതിച്ചു. ഇത് അറബ് രാജ്യങ്ങളെ ബാധിച്ചു. തങ്ങളുടെ ഭൂമിശാസ്ത്രം തങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയ രാഷ്ട്രങ്ങളെയും ബാധിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നു. ഒരിക്കലും ചങ്ങാത്തം കൂടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു അയൽക്കാരനെ കൊണ്ട് ആ വാതിൽ അകത്തുനിന്ന് അടച്ചിടുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് അമേരിക്കയുമായി യോജിച്ചു നിൽക്കുന്ന സമ്പന്ന ഗൾഫ് രാജ്യങ്ങൾ കണ്ടെത്തുകയാണ്.
സുരക്ഷാ ഗ്യാരണ്ടർക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വീമ്പിളക്കലിന് ഒരു കുറവുമില്ല. ഇറാൻ യാചിക്കുന്നില്ല, ഇറാൻ ടോളിയിടാക്കുന്നു. അപ്പോൾ ആരാണ് സമാധാനത്തിന് ശ്രമിച്ചത്? 2025 മെയ് മാസത്തിൽ പാകിസ്ഥാൻ ട്രംപിനെ വിളിച്ചതുപോലെ 2026 മാർച്ചിൽ ട്രംപ് പാകിസ്ഥാനെ വിളിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം പണമില്ലാത്തതും ഘടനാപരമായി ദുർബലവുമായ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇറാനുമായി സംസാരിക്കണമെന്ന്. അമേരിക്കയോട് എന്നല്ല, പാകിസ്ഥാനോട് പോലും സംസാരിക്കാൻ താല്പര്യമില്ല എന്നതായിരുന്നു ഇറാന്റെ ആദ്യ നിലപാട്. സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്ലാമാബാദിലേക്ക് പറന്നു. ഡോണിന്റെ സ്വന്തം മരുമകൻ ജാരഡ് കുഷ്ണറും പറന്നു. തുടർന്ന് അമേരിക്ക ടെഹ്റാനിലേക്ക് 15 പോയിന്റ് നിർദ്ദേശം അയച്ചു. ചർച്ചായോഗ്യമല്ലാത്തതിനാൽ എല്ലാം ഇറാൻ നിരസിച്ചു. പകരം ഇറാൻ അവരുടേതായ ചില പോയിന്റുകൾ അയച്ചു. ഹോർമൂസ് ട്രാഫിക്കിന് ശാശ്വത നിയന്ത്രണം, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂർണ്ണമായും പിൻവലിക്കൽ, സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ്. മുട്ടുകുത്തി നിൽക്കുന്ന ഒരു ജനതയുടെ ആവശ്യങ്ങളല്ലായിരുന്നു ഇത്. ചീട്ടുകളിൽ എന്ന പോലെ മറുവശത്തെ കൈനോക്കി ഓരോ കാർഡും സൂക്ഷ്മമായി പരിശോധിച്ച് അപ്പുറത്ത് മുഴുവൻ ശൂന്യമാണ് എന്ന് കണ്ടെത്തിയ ഒരു ജനതയുടെ ആവശ്യങ്ങളായിരുന്നു ഇത്. ഇതിനിടെ ട്രംപിന്റെ സുരക്ഷാ ഗ്യാരണ്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സൗദി ഉക്രൈനുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ടു. ഇറാന്റെ ഡ്രോണുകളെ തടുക്കാൻ സ്വന്തം നിലയിൽ പ്രതിരോധം ഒരുക്കാൻ വേണ്ടി. അമേരിക്കയുടെ സുരക്ഷാ മിസൈലുകൾ അത്ര പോരാ എന്ന സന്ദേശമാണ് സൗദി നൽകുന്നത്. അതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിച്ച് ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ ചെന്ന് അമേരിക്കയോടും ലോകത്തോടും പറഞ്ഞു താൻ വളരെയധികം വിജയിക്കുകയാണ് എന്ന്, ഇറാൻ യാചിക്കുകയാണ് എന്ന്, അമേരിക്കയുടെ സൈനിക ശക്തി ടെഹ്റാന്റെ ചെറുത്തു നിൽക്കാനുള്ള ശേഷി ഇല്ലാതാക്കി എന്നൊക്കെ. അമേരിക്കൻ ഇംഗ്ലീഷിൽ നിന്ന് പഞ്ചാബി ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്താൽ ഇതേ പ്രസംഗമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ അസിം മുനീർ നടത്തിയത്. സന്ദേശം സമാനമാണ്. നമ്മൾ വിജയിക്കുകയാണ്, ദയവായി ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെ അവഗണിക്കുക. അസിം മുനീറിനെ പോലെ തോൽവിയിൽ ഊറ്റം കൊള്ളുകയാണ് ട്രംപും. തോൽവി ലോകത്തിന് മനസ്സിലായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെ. അതേസമയം യുദ്ധവിമാനം വെടിവെച്ചിട്ട സംഭവം ഇറാനുമായുള്ള ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇല്ലാത്ത ചർച്ചകൾ എങ്ങനെ തുടരുമെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ വിസമ്മതിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാനാവില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകിയാൽ മാത്രമേ വെടിനിർത്തൽ പരിഗണിക്കൂവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുവരെ ഇറാനെതിരെയുള്ള ആക്രമണം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഖത്തർ അല്ലെങ്കിൽ ഇസ്താംബൂൾ കേന്ദ്രീകരിച്ച് പുതിയ സമാധാന നീക്കം ഈജിപ്തും തുർക്കിയും തുടങ്ങിയതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക തങ്ങളുടെ സമുദ്ര ഇൻഷുറൻസ് പരിരക്ഷ $40 ബില്യൺ ഉയർത്തി. പുതിയ രാജ്യാന്തര പങ്കാളികളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മാർച്ചിൽ പ്രഖ്യാപിച്ച $20 ബില്യൺ പദ്ധതിയാണ് ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ സർവീസ് നടത്തുന്ന കപ്പലുകൾക്ക് യുദ്ധ സാഹചര്യത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, US സെൻട്രൽ കമാൻഡ്, ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കപ്പലുകൾക്കും യന്ത്ര സാമഗ്രികൾക്കും ചരക്കുകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാനാണ് തുടക്കത്തിൽ മുൻഗണന. മാർച്ച് 3 പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച ഒരു കപ്പൽ പോലും കടലിടുക്ക് കടന്നതായി വ്യക്തമായ തെളിവുകളില്ല. ഇറാന്റെ കൈവശമുള്ള ഹോർമൂസിൽ അമേരിക്കയ്ക്ക് എന്ത് സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. ഇനി കരയുദ്ധം നടത്തി നിയന്ത്രണം അമേരിക്ക പിടിച്ചെടുത്താലും എന്ത് ധൈര്യത്തിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാനാകും? ഇറാനിലെ 30-ലധികം പ്രവിശ്യകളിൽ എവിടെ നിന്നും മിസൈൽ ആക്രമണം ഉണ്ടാകാം. അത് തടുക്കുക ഇറാന്റെ ഭൂപ്രകൃതി പരിഗണിക്കുമ്പോൾ എളുപ്പമല്ല എന്നാണ് വിദഗ്ധാഭിപ്രായം. പക്ഷേ അമേരിക്കൻ വാഗ്ദാനം തള്ളിക്കളയാവുന്ന അവസ്ഥയിലല്ല യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഫെബ്രുവരി 28-ന് US ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ജലപാത അടയ്ക്കുന്നതുവരെ പ്രതിദിനം ശരാശരി 138 കപ്പലുകളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 90% കുറവുണ്ടായി. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 1000 കപ്പലുകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ $40 ബില്യൺ അതിലധികമോ ആയേക്കാമെന്നാണ് ഇൻഷുറൻസ് കമ്പനികളുടെ കണക്കുകൂട്ടൽ. ഇതിനെ തുടർന്നാണ് ഇൻഷുറൻസ് തുക ഉയർത്താൻ അമേരിക്ക തീരുമാനിച്ചത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40-ലധികം അമേരിക്കൻ സഖ്യകക്ഷികൾ യോഗം ചേർന്നിരുന്നു. ഈ ചർച്ചകളിൽ അമേരിക്ക ഭാഗമല്ല എന്നത് ശ്രദ്ധിക്കണം. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളും ജലപാത അടച്ചിടുകയാണെങ്കിൽ ഏർപ്പെടുത്തേണ്ട ഉപരോധങ്ങളും യോഗം വിലയിരുത്തിയിട്ടുമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ വലിയ ആഘാതങ്ങളാണ് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.